അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എന്താ സുഖമല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ ഇതിടാനുള്ള കാരണം അറിയോ? ഈ നമ്മളെ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മറ്റേ എല്ലാത്തിലും എല്ലാം പെട്ടിട്ടാണ് ഭയങ്കര തെറികളും മറ്റേ ഇതെല്ലാം പറയുന്നുണ്ട്. ഈ ഇറാൻ ഇസ്രായേൽ ഫൈറ്റിങ്, മറ്റേത് ഇറാന് പറയാൻ സപ്പോർട്ട്, ഇസ്രായേലിന് പറയാൻ സപ്പോർട്ട്. എന്ത് സപ്പോർട്ട്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ? എന്തെങ്കിലും കുറച്ചല്ല തല്ലുള്ള തലച്ചോറുണ്ടാവായി നിങ്ങൾ ആർക്കും സപ്പോർട്ടാക്കുന്നത്? എന്തിന് സപ്പോർട്ട്? ഈ മനുഷ്യന്മാരെ കൊല്ലുന്നതിന് എത്ര പാവങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് കെട്ടി നയിച്ചിട്ട് ലാഭം പോലും നയിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു വീട് കെട്ടി ആ വീട്ടിലേക്ക് വന്നിട്ട് ബോംബിട്ട് പൊട്ടിച്ച് ആര് ഗവൺമെൻറ്റിങ് തരുമോ? വീട് കെട്ടിയിട്ട് അല്ല വീട് തരുമോ? ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും നിനക്കും നീ നയിച്ചിട്ടുണ്ടാക്കി നിങ്ങൾക്ക് പോയി. അല്ല നീ കുറച്ച് നയിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കാർ എടുത്ത് ആ കാറിലേക്ക് വന്നിട്ട് ഒരു ബോംബിട്ട് എത്തണേ ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. ഗവൺമെൻറ് തരുമെങ്കിൽ കാറ്. ഇത് ഓർഡർ ഇടുന്ന ആളല്ല കൊല്ലുന്നല്ല. ഈ ഓർഡർ ഞാൻ ഓനെ കൊല്ലുക എന്നല്ല കൊല്ലുന്നല്ല, കിട്ടിയ ആളെ കൊല്ലുന്നല്ല. അവിടെ എത്രയോ പാവങ്ങൾ രാത്രിയും പോലും നയിച്ചിട്ടുള്ള ബൽദിയാടെ മറ്റേ റോഡ് സൈഡിലുള്ള പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കടന്നുറങ്ങുന്ന ആളാണ് വെട്ടിച്ചിട്ട് ബോംബിട്ടിട്ട് കൊല്ലുന്നല്ല. എനിക്ക് ഓറിട്ടെങ്കിൽ എല്ലാം കണക്കാ. ആരിട്ടാലും കയ്യുമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് സോഷ്യൽ മീഡിയ നിൽക്കണ്ട. കാരണം കൈ ദുബായിരിക്കും. അങ്ങനെ നടക്കാൻ പാടില്ല. റബ്ബെ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക. റബ്ബെ അള്ളാഹുടെ ദുബായിരിക്കും, പടച്ചോനോട് ദുബായിരിക്കും. അള്ളാഹ് ഒന്ന് നിർത്തിത്താ അള്ളാഹ്. കാരണം ആര് മരിച്ചാലും മക്കളായി ഇനി ഉപ്പായും എല്ലാം ചോരൻ്റെ എല്ലാം മനുഷ്യന്മാരെന്നെ മരിക്കുന്നുള്ളത്. ആർക്ക് പോയി? ഇപ്പം നിങ്ങൾ നയിച്ചിട്ട് എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിലേക്ക് വന്നിട്ടാണ് ബോംബിട്ട് പൊട്ടിക്കുന്നത്. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. ഗവൺമെൻറ് തരുന്നില്ല. അപ്പോൾ കയ്യെങ്കിൽ നിങ്ങൾ തെറി പറയുന്നതും മറ്റേതല്ല ഒഴിവാക്കിയിട്ട് വേറെ നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യം പറയുന്നത് ഇതിനെ സന്തോഷിക്കേണ്ടോ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. കയ്യെങ്കിൽ ദ്വാരക്ക് പടച്ചോനെ ഇതെങ്ങനെ ആരെങ്കിലും ഒരു ദ്വാ പടച്ചോൻ സ്വീകരിക്കും. പടച്ചോനെ എങ്ങനെ നിർത്തിയിരല്ല. നിങ്ങളന്ന് കൊറോണ വരുമ്പോൾ എനിക്ക് പറഞ്ഞത് അത് ചൈനയിലല്ലേ എന്നല്ലേ? എന്നിട്ട് എവിടെയെത്തി? ഇടീ ലോകം ഇടിയെത്തില്ല ചൈനയിൽ ഈ കൊറോണ. എത്ര ആൾ മരിച്ചു? എത്ര ആൾ പട്ടിണി ചോറില്ലാത്ത തെണ്ടിച്ചിനല്ല. അതേമാതിരിയാ ഇത് വല്ലാത്ത ഡേഞ്ചറാ. ഇറാൻ ഇസ്രായേലും ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അത് രണ്ട് ഫൈറ്റായ ഭയങ്കര ഡേഞ്ചർ അത്. കാരണം അതുകൊണ്ട് നിങ്ങൾ കൈ ദ്വാരക്ക് പടച്ചോനോട് ദ്വാരക്ക് ഇത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഘോഷിക്കണ്ട. കാരണം തീ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനം. ആടെ വന്ന് പറഞ്ഞിട്ട് ഈടെന്ന് പറയണ്ടെങ്കിൽ ഒരു ചെറിയ ഇപ്പം ഇന്നലെ ഗൾഫിൽ ഓടിച്ച് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ചെറിയൊന്ന് മതി ഒന്നിങ്ങോട്ട് താഴെ പോകാൻ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഗൾഫിൽ പറയുന്നത് നിങ്ങൾ സുരക്ഷിതരാണ്. എന്ത് സുരക്ഷിതരാണ്? നിങ്ങൾ ഇത്ര വലിയ രാജ്യം ഒന്നാ ഒരു ഒരു തീപ്പൊരി മതി കത്താൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ കയ്യെങ്കിൽ ദ്വാരക്കാം. വെറും മറ്റൊരു സോഷ്യൽ മീഡിയ വന്നിട്ട് അളക്കാൻ നിൽക്കല്ലേ. ബായിൽ തോന്നി പറഞ്ഞത് പറയാൻ നിൽക്കല്ലേ. എല്ലാവർക്കും നാഗുണ്ട് പറയുന്നതിന് ആർക്ക് പറയും? ഇതെല്ലാം ഒരു സ്വന്തം പെരക്കാരെ ചിന്തിക്കുക. നിങ്ങളെ പെരക്കാട്ടേക്ക് പോകുന്ന ഈ ബോംബ് പോകുന്ന നിങ്ങൾ എന്താക്കും? അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങൾ കേട്ടാ. ഇങ്ങനെ പറയില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഞാൻ വലിയ എത്തി. എന്ത് നിങ്ങൾ വലിയ എത്തിന്? നിങ്ങൾ എന്ത് വലിയ എത്തിന്? എല്ലാം വെറുതെയാ, എല്ലാം അളക്കുന്ന മാത്രം. ഇലയില്ലാത്ത നാല് എന്ത് വേണം പറയാർക്ക്. അപ്പോൾ കൈയെങ്കിൽ കുറച്ച് ദ്വാരക്കാം. ഇങ്ങനെ വെറുതെ തെറി പറയാനോ ആടെ ബോംബിട്ട് ഓറ് മരിച്ച് 20 ആൾ മരിച്ച് 30 ആൾ മരിച്ച്. ഈ പത്രക്കാരുണ്ടല്ലോ പത്രക്കാർ കുറച്ചൊക്കെ ഉറക്കുവായി. നിങ്ങൾക്കും പെരക്കാറുണ്ട്, നിങ്ങൾക്കും മനുഷ്യന്മാരുണ്ട്, നിങ്ങൾക്കും ഓളും മക്കളെല്ലാം ഉണ്ട്. നിങ്ങളതും ഇതേമാതിരി ബോംബിട്ട് ആരും തീർക്കും ഇങ്ങനെ പോയാൽ. അള്ളാഹ്ക്ക് വല്ല ഒരു ഇതൊന്നും വേണ്ടവില്ലേ? ഇത് അന്ന് കൊറോണ വന്നാൽ കിട്ടി പടരാൻ വല്ല ഒരു നിമിഷം മതി പറഞ്ഞു. അതുകൊണ്ട് കയ്യെങ്കിൽ കുറച്ച് കുറക്ക്, അതാ നല്ലത്. ഇത് എല്ലാം നല്ലതല്ല, നല്ല മുകളിലോട്ട് പോകുന്നല്ല, താഴോട്ട് പോകും ചില ടൈമിൽ. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ പറഞ്ഞല്ലേ, ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഹൈറിലാക്കട്ടെ. എല്ലാ നാടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈറിലാക്കട്ടെ. കാരണം നമ്മൾ കുറച്ച് കാലം ജീവിക്കാൻ ഇവിടെ വന്നതാ. എല്ലാം മേടിച്ചിട്ട് പോകുന്നത് തന്നെ, എല്ലാം ഇട്ടിട്ട് പോകും. ബിൽഡിംഗ് ആയെങ്കിലും കാറായെങ്കിലും ലോറി ആയെങ്കിലും മക്കളായെങ്കിലും എല്ലാം ഇട്ടിട്ട് പോകുന്നത് തന്നെ, എല്ലാം പോകാനുള്ള തന്നെ മേടിച്ചിട്ട് പോകുന്നത് തന്നെ. കുറേ കാലം നിൽക്കലാരും. അതുകൊണ്ട് കൈയെങ്കിലും നല്ല സന്തോഷത്തിൽ ജീവിക്കുക. എല്ലാവർക്കും നല്ല എന്തെങ്കിലും കൈയെങ്കിലും ചെയ്യും, നല്ല കാര്യം ചെയ്യും, എന്നിട്ട് ജീവിക്കാൻ എന്തെങ്കിലും. വലിയ നാറി നീ വലിയ നല്ലത്, ഞാൻ വലിയ നല്ലൊരുത്തനെന്നല്ല. എനിക്കുള്ളത് നിങ്ങൾക്കുള്ളത് നിങ്ങളാണ്. കാരണം എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ല, നിങ്ങളെ ഖബറിലേക്ക് ഞാനും വരുന്നില്ല. കാരണം ആരും പിടിച്ച് നന്നാക്കാവില്ല, ഓരോ സ്വയം നന്നാവലാണ്. നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ നന്നാവുക, ബടക്കാം. അപ്പം ഈ സോഷ്യൽ മീഡിയ തെറി പറയുന്നത് ഒന്ന് ഒഴിവാക്കി പ്ലീസ്. കാരണം എത്രയോ പാവങ്ങളാണ് ജീവിക്കാൻ വന്നിട്ട് കഷ്ടപ്പെടുന്ന പാവങ്ങൾ. ആടലും മനുഷ്യന്മാർ തന്നെ ഉള്ളത്, എല്ലാം മനുഷ്യന്മാർ തന്നെ. അതുകൊണ്ട് തെറി വരുന്ന ഒന്ന് ഒഴിവാക്കി പ്ലീസ്. കാരണം അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ട് പ്ലീസ്.